വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള വടക്കേന്ത്യൻ വിഭവമായിട്ടുള്ള ബനാന സ്റ്റെം ബേൽപൂരി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടത് നമ്മൾ കുക്കുംബർ, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, തക്കാളി, മല്ലിയില, പുതിനയില, വാഴപ്പിണ്ടി, നാരങ്ങ, പച്ചമുളക്, ഉപ്പ്, പുളി സോസ്. ഈ പുളി സോസ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് വളംപുളി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചു വെക്കുക. അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പം അത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്വല്പം ശർക്കര പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്യുക. ഇച്ചിരൂടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡേറ്റ്സ്, ഈന്തപ്പഴം കുരുകളഞ്ഞ് അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് 3 ചേർത്താണ് ഇത് മിക്സ് ചെയ്ത് ഇവിടെ പാത്രത്തിൽ ബൗളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സ്റ്റീൽ പാത്രം ആവശ്യമാണ്. അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് പൊരി അല്ലെങ്കിൽ നമ്മൾ മലര് എന്ന് പറയുന്ന വെള്ള മലര്. ഇതിപ്പം മാർജിൻ ഫ്രീകളിലൊക്കെ ഇഷ്ടം പോലെ ഇത് ലഭ്യമാണ്. മലര് ഇതിലേക്ക് ഇടുന്നു. അതിലേക്ക് ആ പുളിയുടെ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി സോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശർക്കരയുണ്ട്, ഡേറ്റ്സിൻ്റെ പേസ്റ്റും ഉണ്ട്. ആവശ്യത്തിനും ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അരിഞ്ഞു വെച്ച ഓരോന്നും വാഴപ്പിണ്ടിയാണ് ഇപ്പം ഇതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. പച്ചമുളക് അരിഞ്ഞു വെച്ചത്, പച്ചമുളക് ചേർക്കുന്നത് നമ്മൾ എരിവിന് വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്വല്പം ഒരു തുള്ളി ചാട്ട് മസാലയും സ്വല്പം മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്താൽ ഇച്ചിരൂടെ ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണ്. വടക്കേന്ത്യക്കാരാണ് കൈ കൊണ്ടാണ് ഇളക്കുന്നത്, നമ്മളിവിടെ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ മിക്സർ, എരിവില്ലാത്ത മിക്സർ നമ്മൾ ചേർക്കുകയാണ്. ഇതിപ്പോൾ അവൈലബിൾ ആണ് എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലും ഈ മിക്സർ ലഭ്യമാണ്. ബേൽ പൂരി തന്നെ പേരിലുള്ള കിട്ടുന്നത് 10 രൂപ പാക്കറ്റിലും അതിലും മുകളിലോട്ടുള്ള വിലയിൽ കിട്ടുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് എടുക്കുക. ആവശ്യത്തിന് കപ്പലണ്ടി വറുത്തിടാം, കശുവണ്ടി ഇടാം. സ്വല്പം വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് അരിഞ്ഞ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ചേർത്താൽ നല്ല ഇതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഇളക്കുകയാണ്. അപ്പോൾ 1 കപ്പ് മല്ലിയിലയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രമേ പുതിന ഇല ചേർക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നാരങ്ങയുടെ കുരു ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഇളക്കുകയാണ്. ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ സോസ് വീണ്ടും പുളിയുടെ സോസ് ചേർത്ത് ഇളക്കി ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ആ അവസാന ഘട്ട പ്രോസസ്സിംഗ് ആണ് ഈ നടക്കുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണപദാർത്ഥമാണിത്. ഇതിലേക്ക് നമ്മൾ ബൗളിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ബൗളിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നുള്ള്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് കപ്പലണ്ടി വേണം ഇടാം, കശുവണ്ടി പരിപ്പ് ഇടാം. ഇതൊക്കെ വളരെ സ്വാദിഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബേൽപൂരി മിക്സർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബേൽപൂരി കിട്ടുന്നില്ലെങ്കിൽ മധുരമില്ലാത്ത മിക്സർ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും.